എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഒരു 2 വർഷം മുമ്പ് വളരെ 12th മാൻ്റെ ലൊക്കേഷനിൽ വെച്ചാന്ന് തോന്നുന്നു എന്നോട് ഫസ്റ്റ് അർഫാസ് ഈ ഐഡിയ പറയുന്നത്. അന്നോട്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ്. ഒരു ഫസ്റ്റ് 1 ലൈൻ അല്ലെങ്കിൽ ഒരു 2 ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അതിന് ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കൂമനിലെ ഞാനും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു. അങ്ങനെ ഒരു ഇതെല്ലാം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കൂമനിൽ നമ്മൾ കാന്തല്ലൂർ ലൊക്കേഷൻ അല്ല ഇവിടെ ഹോട്ടലിൽ ഇരുന്നപ്പം എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെരി ഗുഡ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പം വളരെ ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് ആസിഫ് പറഞ്ഞു ചേട്ടാ ഞാൻ ആ ഇത് കേട്ടു ഇത് കൊള്ളാം, ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു. പിന്നെ അർഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം. പക്ഷെ അന്നേരം എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് പുള്ളി ഒരിടത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല. അത് കഴിഞ്ഞാൽ തന്നെ ഞാനിത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങ് ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്ത് മോളിവുഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അർഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ്. പിന്നെ ഞാൻ ഫിലിം കണ്ടു, വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ത്രില്ലർ. ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു സിനിമയല്ല അത്. നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജിത്തുചേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് അർഫാസ് പറയുന്നത് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എനിക്ക് അർഫാസിനെ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം ജിത്തു സാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു സെക്കൻഡ് മുന്നേ അർഫാസ് മനസ്സിലാക്കി അർഫാസ് അത് റെക്ടിഫൈ ചെയ്യും എന്നുള്ളത് ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അർഫാസ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ആ സിനിമയുടെ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനൊരു വലിയ എക്സാമ്പിൾ ആയിട്ടാണ് എനിക്ക് അർഫാസിനെ ഫീൽ ചെയ്തത്. അപ്പം ഞാൻ അർഫാസിനോട് നല്ല ഒരു സിനിമ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുന്നെയാണ് അർഫാസ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ കേൾക്കുമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അർഫാസ് ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അർഫാസിൻ്റെ അടുത്ത് ഇപ്പം ജിത്തുചേട്ടൻ പറഞ്ഞ പോലെ ബോളിവുഡ് ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഹിന്ദി കയറി വരും. അപ്പം മൊത്തം ലൊക്കേഷനിൽ ഒരു ബോളിവുഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടെക്നീഷ്യനാണ്, നല്ല പണിക്കാരനാണ് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടും അർഫാസിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഞാനൊരു റോം കോം കഥയായിരിക്കും, ഒരു റൊമാൻറ്റിക് കോമഡി ആയിരിക്കും അർഫാസ് എന്നോട് പറയാൻ പോകുന്നത് എന്നുള്ളൊരു മുൻവിധിയിലാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർഫാസ് പറഞ്ഞു തുടങ്ങി ഇതൊരു ത്രില്ലറായിരുന്നു. അത് വളരെ ഒരു വേഗായിട്ടുള്ള ഐഡിയ അങ്ങനെയൊന്നുമല്ല. അർഫാസ് വളരെ ക്ലാരിറ്റിയിലാണ് എന്നോട് ഈ കഥ പറയുന്നത്. ഏകദേശം 1 മണിക്കൂർ ഒറ്റ ശ്വാസത്തിൽ ഒരു സംശയവും ഇല്ലാതെ, അല്ലെങ്കിൽ സോറി ഞാനത് പറയാൻ വിട്ടുപോയി, അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു സീൻ ഓർഡറിലാണ് അർഫാസ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ 3 ക്യാരക്ടേഴ്സാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത്. അമല ചെയ്യുന്ന ക്യാരക്ടറും ഷർഫു ചെയ്യുന്ന ക്യാരക്ടറും. ഇവരുടെ ക്യാരക്ടർ ഹിസ്റ്ററി, ബാക്ക്ഡ്രോപ്സ്, ഇവരിങ്ങനെ പെരുമാറാനുള്ള കാരണം എന്ന് വേണ്ട ഞാൻ എന്ത് സംശയമാണോ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് മുഴുവൻ അർഫാസ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോഴും ഞാൻ എക്സൈറ്റ്മെൻ്റ് ഒന്നും മനസ്സിൽ വെച്ച് നേരെ ജിത്തുചേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു ചേട്ടാ എനിക്ക് ഭയങ്കര വർക്കായി, നമുക്കിത് പിടിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്സും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അർഫാസിൻ്റെ എൻ്റെ അടുത്തുള്ള ഓരോ മീറ്റിങ്ങും. അപ്പം അങ്ങനെ വന്ന് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഒരു ഭയങ്കര ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം എന്നായിരുന്നു. അപ്പം മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നെറേറ്റീവിലും മേക്കിങ്ങിലും അർഫാസിനൊരു പുതുമ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിൽ നിന്നാണ് ഇതിനൊരു പുതിയ ലൊക്കേഷൻ തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമയിലോ മേ ബി ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫ്ലേവർ മാറ്റി പിടിക്കണം എന്നുള്ളതിലാണ് ഈ സിനിമ ട്യുണീഷ്യ വരെ എത്തുന്നത്.
റാമിന്റെ ലൊക്കേഷൻ റെക്കിക്ക് ഇവർ പോകുന്ന സമയത്ത് കണ്ടൊരു ലൊക്കേഷൻ അർഫാസിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഷൂട്ടിങ്ങിനെത്തി. ഒരുപാട് ലിമിറ്റേഷൻസിൽ നിന്നാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. കാര്യം ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം 1.5 കിലോമീറ്ററോളം ഞങ്ങൾ ഉണ്ടാക്കിയ റോട്ടിൽ കൂടെ വേണം ഇതിന്റെ ലൊക്കേഷനിൽ എത്താൻ. അപ്പൊ ഇതുപോലെ ലൈറ്റ്സും എക്യുപ്മെന്റ്സും ഒക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പെർഫെക്റ്റ് ടീം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ DOP അപ്പു പ്രഭാകറാണ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാവാൻ പോകുന്ന ആളായിരിക്കും അപ്പു. അതുപോലെ JD ഇതിന്റെ സൗണ്ട് ചെയ്തിരിക്കുന്നവർ, ഇതിന്റെ ടെക്നിക്കൽ സൈഡ് മുതൽ ഇതിലെല്ലാവരും ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് ഇതൊരു നല്ല സിനിമയാക്കണം എന്ന ആഗ്രഹത്തോടെ വർക്ക് ചെയ്ത ആളുകളാണ്. ഒരു ചെറിയ ക്രൂ വെച്ചിട്ടാണ് ഈ സിനിമ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. അത് ജിത്തു ചേട്ടനെ പോലെ ഒരു ആളുടെ ഗൈഡൻസിൽ ഈ സിനിമ റിലീസാവുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണിത്. അപ്പോൾ ഇതിന്റെ ട്രെയിലറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു മൂഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു തിയേറ്റർ ഫൺ എന്റർടൈനർ എന്നൊന്നും പറയുന്നില്ല, നല്ലൊരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതിൻ്റെ അകത്ത് എനിക്കൊരു സംശയമില്ല. ബാക്കി കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. താങ്ക് യു. Good evening, everyone. Thank you for being here. I think main highlight points ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനും എൻ്റെ പ്രോജക്റ്റിലേക്കുള്ള എൻട്രീസ് ത്രൂ ജിത്തു സർ. ജിത്തു സാറിൻ്റെ അടുത്ത് എനിക്കൊരു കോൾ വന്നിട്ടാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ജിത്തു സാർ എനിക്ക് അർഫാസിനെ പറ്റിയൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. സോ ആൻഡ് ബീയിങ് എ ഹ്യൂജ് ജിത്തു സർ മൂവി ഫാൻ, ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അർഫാസിനെ മീറ്റ് ചെയ്തത്. ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് നറേഷൻ. ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഇതിലേക്ക് എന്നെ അട്രാക്ട് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതിൻ്റെ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ്. ഈ മെയിൻ ലൈക്ക് ഈ ഫിലിം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഫിലിംസ് ഉണ്ടാവാറുണ്ട്. ബട്ട് ദിസ് ഫിലിം മെയിൻലി ഈ 3 ക്യാരക്ടേഴ്സാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് അവരുടെ ഇടയിലുള്ള ഒരു ഡ്രാമ, അവരുടെ ഇടയിലുള്ള ഒരു ജേണിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഒരുപാട് യുണീക്കായിട്ടുള്ള ട്യൂണീഷ്യയിലുള്ള ഷൂട്ടിങ് ആൻഡ് ഇതിൻ്റെ മേക്കിങ്സ്, ഒരുപാട് യുണീക്ക് ഫാക്ടേഴ്സ് ഉള്ള ഫിലിമാണിത്. ആൻഡ് ഇതെല്ലാം കംസ് ഇൻ എ ത്രില്ലർ ജോണർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ എൻഗേജിങ് ഫോർ ദി ഓഡിയൻസ് ടു വാച്ച്. ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഇറ്റ്സ് എ സ്ലോ ബേണർ. ആൻഡ് ആസിഫ് പറഞ്ഞ പോലെ എന്തായാലും ഒരു മോശം സിനിമയാവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. ആൻഡ് ഞങ്ങളെല്ലാവരും വി ഹവ് poured our heart and soul into this film. ലൈക്ക് ഹീ സെഡ്, ട്യൂണീഷ്യയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ക്രൂ മെമ്പേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു ഒരു ക്രിയേറ്റീവ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ പ്രോജക്റ്റ്. ഒരു തിയേറ്ററൊക്കെ ചെയ്യുന്ന പോലെ ലൈവ് സൗണ്ട് ആയിരുന്നു. ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചില പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ്ലി ഒത്തിരി സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനത്തെ ഒരു ഫിലിമാണിത്. ആൻഡ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ that I could be a part of this film. So thank you Arfaz, thank you Jittu sir, thank you Asif, and thanks to the production. And definitely എൻ്റെ കരിയറിൽ ഞാൻ എന്നും ഓർത്തിരിക്കുന്ന ഒരു ഫിലിമായിരിക്കും ഇത്. ആൻഡ് ഇറ്റ്സ് മറ്റന്നാൾ റിലീസാവാണ്. സോ വെരി വെരി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ്. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ താങ്ക് യു. നമസ്കാരം. ലെവൽ ക്രോസ് 26 ജൂലൈ റിലീസാവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം. താങ്ക് യു. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടറിനോട് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം ഇതിനു മുമ്പ് വന്ന ഗോൾഡ് ലൈഫ് ആണെങ്കിലും നടക്കുന്ന ഒരു ടെറൈൻ എന്ന് പറയുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഒബിയസ്ലി ഒരുപാട് നേരം ഈ ഒരു ഡെസേർട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യൂവേഴ്സിന് ഒപ്റ്റിക്കലി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പം ഗോൾഡ് ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ വെള്ളം അല്ലെങ്കിൽ പുഴയൊക്കെ കാണിച്ച് അത് ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും, ഓൾറെഡി ഇപ്പം ഗോൾഡ് ലൈഫിൽ അങ്ങനെ കാണിച്ചത് കൊണ്ട് അത് തന്നെ വീണ്ടും കാണിക്കാൻ ഒക്കത്തില്ല. അപ്പം ഈ ഒരു സിനിമയിൽ എന്തായിരിക്കും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അപ്പം അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പം ഇടുക്കി ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ തേയിലത്തോട്ടം കാണിച്ചിരിക്കുന്നത്. അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പം അതിലേക്ക് വന്നെത്തിയത് എന്താണ്, അല്ലെങ്കിൽ എന്ത് തോട്ടാണ് ആ ഒരു ഇതിലേക്ക് വന്നത്? താങ്ക് യു. ഒന്ന്, ഗോഡ് ലൈഫ് വേറെ ജോണിലുള്ള സിനിമയാണ്, ഒരു സർവൈവൽ ഡ്രാമയാണ്. ഇതൊരു സർവൈവൽ ഡ്രാമ അല്ല. ഇത് വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു ത്രില്ലർ ആണ്.
അതിൻ്റെ പ്രിമൈസ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ടാണ്, സഹാറ ഡെസേർട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ബട്ട് ഇറ്റ്സ് എൻ ഇമാജിനറി വേൾഡ്. അതുകൊണ്ട് ആസിഫ് പറഞ്ഞ പോലെ ഇമാജിനറി ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ലാതെ ഒരു ലൊക്കേഷൻ വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ട്യൂണീഷ്യ എന്ന് പറയുന്ന ലൊക്കേഷൻ വരുന്നത്. മേജർ പാർട്ട് ഓഫ് ദി ഫിലിം ഹാപ്പൻസ് ഇൻ ട്യൂണീഷ്യ. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഈ മൊണോട്ടണസ് ഫീൽ ചെയ്യാതെ ആ വിഷ്വൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് ആണ്. അപ്പു പ്രഭാകർ ആസി പറഞ്ഞ പോലെ ഹീസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. മാത്രമല്ല ഒത്തിരി നല്ല ടെക്നീഷ്യൻസ് സിനിമയിൽ ഉണ്ടായിരുന്നു. വിശാൽ ചന്ദ്രശേഖറാണ് മ്യൂസിക്, സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് JD ആണ്, റോണെക്സ് ആണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്, ദീപു ജോസഫാണ് എഡിറ്റർ, ലിൻഡ ജീതു ആണ് കോസ്റ്റ്യൂം ഡിസൈനർ, പ്രേം നവാസ് ആണ് ആർട്ട് ഡയറക്ഷൻ. സോ എവറി ഡിപ്പാർട്ട്മെന്റ് വാസ് ഹാൻഡിൽഡ് ബൈ എക്സ്പേർട്സ്, ദ ബെസ്റ്റ് വി കുഡ് ഫൈൻഡ്. അപ്പോൾ ആ ക്വാളിറ്റി ഐ ഫീൽ അത് സിനിമയിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 3 കഥാപാത്രങ്ങളെ വെച്ചിട്ട് പ്രേക്ഷകരെ 2.5 മണിക്കൂറോളം തിയേറ്ററിൽ ഇരുത്താന്ന് പറഞ്ഞത് കുറച്ച് പ്രയാസമായ കാര്യമല്ല. അതെങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ നോക്കി വന്നത്? അത് ഈ 3 ക്യാരക്ടറിനെ വെച്ച് ഈ മൊണോട്ടണസ് ആകാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഉടലെടുത്തതല്ല സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ക്യാരക്ടേഴ്സ് മതി, ഇതായിരുന്നു അതിന്റെ റിക്വയർമെന്റ്. അതുകൊണ്ടാണ് ആ സ്ക്രിപ്റ്റിലെ 3 ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഒരുപാട് എന്താ, ഇറ്റ്സ് അബൌട്ട് എ മാൻ ഹു ലിവ്സ് ഇൻ സോളിറ്റ്യൂഡ്. 2 ക്യാരക്ടേഴ്സ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ 2 പേര് സോഷ്യൽ സ്പെക്ട്രത്തിന്റെ എക്സ്ട്രീം എൻഡ്സിൽ നിൽക്കുന്ന 2 പേരാണ്. സോ ഇൻ റിയൽ വേൾഡ് സിനാരിയോ ഒരുപക്ഷെ അവർ കാണുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത 2 പേര് ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ വി ഈഗർ ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ദ. അപ്പോൾ ആ ഒരു ബേസിക് പ്രമൈസിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ട് പറയാ. ജീതു സാറിന്റെ പേര് അസോസിയേറ്റഡ് ആകുമ്പോൾ ഒബ്വിയസ്ലി അതിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് ടു അട്രാക്ട് ദി ഓഡിയൻസ്. അറ്റ് ദ സെയിം ടൈം അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. സാറിന്റെ പേര് മോശമാക്കാണ്ട് നമ്മൾ സിനിമ ചെയ്യണമല്ലോ. സോ ഐ ഫീൽ വി ആസ് എ ടീം ഹാവ് ഡൺ ജസ്റ്റിസ് ടു ഇറ്റ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. ഞാനൊരു മിനിറ്റ് പറഞ്ഞോട്ടെ. ബേസിക്കലി 1-2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വല്, ഒരു ലൊക്കേഷൻ. സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസും ഒന്നുമില്ല. നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത്. 2 പേരെ ഉള്ളൊരു ആ 2 പേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും, എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എത്രയോ 100 ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിൽ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട്. സോ അതല്ല ഇപ്പം എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത്. ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്ന് കരുതി അർഫാസ് ഇപ്പോൾ പറയുന്നത് ലോകത്തിൽ ഇന്നേവരെ ആരും പറയാത്ത കാര്യമൊന്നുമില്ല. കാരണം ഞാൻ പണ്ട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ, ഞാനൊരു ഒത്തിരി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇൻ്റർവ്യൂവിൽ മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കുന്നുണ്ട്, ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ, ഒരേ ഇത് എങ്ങനെ ചെയ്യും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അർഫാസ് വന്ന് എന്നോട്, അർഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം മലയാളത്തിന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് ഇരുന്നത് ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അതിനകത്ത് വിഷ്വലും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, എഴുത്തുണ്ട്, ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അതിലാണ് ആ സിനിമ നിൽക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആസിഫ് ഖാൻ, ഈ അപ്പോഴത്തേക്ക് ശേഷം ഏറ്റവും അധികം ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള സിനിമയാണോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? ആൻഡ് ഇതിലെ
മേക്കപ്പ് അല്ലെങ്കിൽ അതിന് വഹിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ്, ലുക്സ്, രണ്ട് ലുക്ക് ഉണ്ടെന്നൊക്കെ ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എത്രത്തോളം ഫിസിക്കലി ഡിമാൻഡിങ് ആയിരുന്നു ലെവൽ ക്രോസ്? ഫിസിക്കലി ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മേജർ കൺസേൺ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ, ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏച്ച് കെട്ടി വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3-4 ഗെറ്റപ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു. കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രൈ ചെയ്തിരുന്നു. അപ്പൊ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയത് ഇതായിരുന്നു. അപ്പൊ അതിനോട്, ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ളൊരു ഇത്. പിന്നെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ അതില് ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയായിരുന്നു. നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ആവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ഡ്രസ് ആവുക. അപ്പൊ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. ഇപ്പോ ഓരോ സമയത്തും മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അമലപ്പോളിന് ഒരു കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസെന്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യനന്ദിക്കണ്ണനോട് ചോദിക്കുന്നത്. അതുപോലെ ലാലേട്ടന്റെ കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം, അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം. ലെവൽ ക്രോസിന്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ്? സത്യേട്ടനോട് ഞാൻ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഇന്നസെന്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ഞാൻ ഇന്നസെന്റ് ഭയങ്കര വലിയ ഫാനാണ്. പിന്നെ സത്യേട്ട ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ റൺ ബേബി റൺ ആണെങ്കിലും അതിന്റെ സ്റ്റോറി, ലാലേട്ടൻ, ജോഷി സർ, ഇറ്റ്സ് എ കോംബോ. അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല, എന്നിലേക്ക് വന്ന ഫിലിംസ് ആണിത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ജിത്തു സാർ വിളിക്കുന്നു എന്നെ. പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു. ആൻഡ് ഇതിൻ്റെ ആക്ടേഴ്സ്, ആസിഫ് ആൻഡ് ഷറഫുദ്ദീൻ, ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂ. ആൻഡ് മെയിൻലി എനിക്ക് ഇതിൻ്റെ സ്റ്റോറി, ആൻഡ് എനിക്ക് ആസ് എ ഡയറക്ടർ അർഫാസ് എനിക്കത് നറേറ്റ് ചെയ്തതും അർഫാസിൻ്റെ ഒരു വിഷൻ, അർഫാസിൻ്റെ ക്ലാരിറ്റി, എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത്. So overall it was a good project to be a part of എന്ന് തോന്നി. എനിക്കൊരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഇത് എന്തായാലും വർക്ക്ഔട്ട് ആവും. ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഈ ആരാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസും ബെഞ്ച് മാർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡേവിഡ് ഫിഞ്ചർ ആണ് മൈൻഡ് റണ്ണർ പ്രസന്റ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ മണിരത്നം പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. അതുപോലെ ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഈ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സിലെ റിവീലുകൾ, അതൊക്കെ ഇത് ഇവിടെയും വരുന്നുണ്ടോ ആ സാമ്യങ്ങളൊക്കെ? നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ മേല. കാരണം ബേസിക്കലി എന്താ പറയുക, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു. അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കോർട്ട് റൂം ഡ്രാമ ഇപ്പം ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ പറഞ്ഞ വേറൊരു ദൃശ്യം 1 ഉം 2 തമ്മിൽ കമ്പയർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുകയാണ്. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം, എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ പ്രതീക്ഷ വരരുത്. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെൻറ്റ്, അതേ ഒരു വ്യത്യസ്തമായൊരു സിനിമ എന്ന് കരുതി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ലോകത്തിൽ ഇന്ന ഒരു കാര്യം എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം.
അർഫാസ് പറയും ചെയ്ത് ആഗ്രഹിച്ച് പറഞ്ഞാൽ ഞാൻ കാര്യം ചെയ്യാവോ? അല്ല പറഞ്ഞ എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു. പാവം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ട് വന്ന അത് അർഫാസിന് വേണ്ടി തന്നെ. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ് വേർഡ്. അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു ദിവസം വിളിച്ചു വന്നു, ഇങ്ങനെ ഓരോ സാറേ ആ സിനിമ ഉണ്ടോ, അത് ഇത് തന്നെയാന്ന് പറഞ്ഞു. പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു. അതൊക്കെ കുറച്ച് ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കരമായിട്ടും അത് നന്നായി വരാം. ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല, ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വർക്ക് ചെയ്തിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അർഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ, യു ആർ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എന്നെനിക്ക് തോന്നി. അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടുവരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നി ഞാൻ മിണ്ടായിരിക്കത്തേ ഉള്ളൂ. കാരണം അത് അർഫാസ് ചെയ്യട്ടെ. ഞാൻ എന്ത് വരാത്തെന്ന് ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു. പ്രൊഡ്യൂസർ അല്ല, അത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഏത് സമയത്തായിരുന്നു ഞാനത് മറന്നുപോയി. ദൃശ്യം 2 തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം അന്നത്തെ ക്ലാസിഫായിട്ടൊക്കെ സംസാരിച്ചു അല്ലേ? ഇല്ല, അതിന് മുമ്പാണ്. അപ്പം ഞങ്ങൾ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിച്ചത്, അത് മറന്നുപോയി. ഞാനാണ് രമേശ് സാറിനോട് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അങ്ങനെയാണത് ഏറ്റെടുക്കാൻ തയ്യാറായത്. അമലയാണ് ആ റൂമറിന്റെ പിന്നില്. മാസങ്ങളോളം പല്ല് തേക്കാതെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഇനി അമലക്ക് അത് എപ്പോഴാ തോന്നിയെന്നും എനിക്കറിയില്ല. കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പം. കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാൾ ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധേഡ് അല്ല. സോഴ്സസ് അങ്ങനെ സൗകര്യമില്ലാത്തോണ്ടൊന്നല്ല, പുള്ളി ബോധേഡ് അല്ലായിരുന്നു, ആരും കാണാനില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ്. ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ പല്ലാണ് കാണുന്നത്. എന്റെ പല്ല് അകത്തുണ്ട്, അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡെയിലി ഒരു സെൽഫി എടുത്ത് അയക്കും വീട്ടിലേക്ക് പിള്ളേർക്ക്, ഗുഡ് മോർണിംഗ്. ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല, ബട്ട് പെർഫോമൻസ് വൈസ്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പം ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചേത്താലി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. ഐ റിമെമ്പർ ഞാൻ ജിത്തു സാറിനെയും അവിടെ നിന്ന് ട്യൂണീഷ്യയിൽ നിന്ന് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സൈക്യാട്രിസ്റ്റാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ്, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. ബട്ട് അർഫാസ് വാസ് ദെയർ. എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്ന്. അപ്പോൾ ആ ഒരു മെൻ്റൽ എക്സസൈസ്, ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പം ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ DOP അപ്പു പ്രഭാകർ. ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ല നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന്. ലൈക്ക് ഐ ലുക്ക് റിയലി ഗുഡ്, ലൈക്ക് പ്രസൻറ്റഡ് വെരി വെൽ. ചില ആംഗിൾസ് ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പു.
അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിംഗ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഒരു ഇന്ത്യൻ പ്രണയകഥയ്ക്കൊക്കെ ശേഷം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിരുന്ന ലവ് സോങ് ഒക്കെ കണ്ടപ്പം അതിനുശേഷമാണ് അമലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ, അങ്ങനത്തെ ഒരു യുനോ പെർഫോമൻസ്. അപ്പം ഞാനും എക്സൈറ്റഡ് ആണ്. മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്. എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണിത്, സോറി. ഞാൻ ബട്ട് ഐ തിങ്ക് ലെവൽ ക്രോസ്, ലെറ്റ്സ് സ്റ്റിക്ക് ടു ദാറ്റ്. അതെന്തുകൊണ്ട് എന്നോട് തന്നെ ചോദിക്കാൻ കാരണം? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഓക്കെ സോറി, ഞാൻ അതിനെക്കുറിച്ച് അവെയർ അല്ല. ഐ എം സോറി. ഐ തിങ്ക് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അല്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പം നമുക്ക് ഒരു കുറച്ചൊരു ഇപ്പം മലയാളത്തിൽ ഒരു എനിക്ക് ആ സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്രഷ് മീൻസ് ഒരു സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പാടില്ല, പിന്നെ ന്യൂ ഫേസ് വേണം, ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നപ്പം ആരോ ഒരാൾ നമുക്ക് പെട്ടെന്ന് ഈ കാസ്റ്റിംഗിൻ്റെ സമയത്ത് ചിലപ്പോൾ പല ഫേസസും ഓർക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആരോ ഒരാൾ അവിടെ ഇരുന്ന് അമലപ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു ഷീസ് ഗുഡ്, കറക്റ്റ്, ഇതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന് പേര് പോപ്പപ്പ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങളങ്ങ് എടുത്ത ഡിസിഷനാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അമലേനെ അറിയാം, ഞാൻ വിളിക്കാൻ, ഞാൻ സംസാരിക്കാൻ പറഞ്ഞ് ഞാൻ ഇമ്മീഡിയറ്റ് വിളിക്കുകയായിരുന്നു. ജിത്തു സാർ, ഇപ്പോൾ 2019 കൂമൻ ഇറങ്ങിയ സമയത്ത് വന്ന ഈ റിവ്യൂസിലൊക്കെ ആളുകൾ എഴുതിയിരിക്കുന്നതാണ് ആക്ച്വലി ഈ വെള്ളം പോലെയാണ്, കൃത്യമായിട്ടുള്ള പാത്രത്തിൽ അത് ഒഴിച്ചു വെക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് കൂമന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത ഏതായിരുന്നു? ആസിഫിലെ പെർഫോമറിനെ നമുക്ക് കുറേ കാലത്തിന് ശേഷം കണ്ടു, കണ്ണുകളെ പറ്റിയിട്ടൊക്കെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു ആസിഫിലെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഓരോ പടം കഴിയുമ്പോഴും സാർ വന്നിട്ട് ഓരോ ആക്ടേഴ്സ് ഇന്നെ ഇപ്പോൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ നടനാണെന്ന് പറയുമ്പോൾ ലാലേട്ടനെ പറ്റി പറയും, അല്ലെങ്കിൽ കമൽഹാസൻ സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണെന്ന് പറയും, രാജുവേട്ടനെ പറ്റി അന്ന് പറഞ്ഞത് എല്ലാ മേഖലയെ പറ്റിയും ധാരണയുള്ള ഒരാൾ എന്നതാണ്. അജിസ്റ്റോട് ഇപ്പൊ ഒരു പടത്തിൽ ത്രോട്ട് വർക്ക് ചെയ്യും, മറ്റൊരു പടം പ്രൊഡ്യൂസറായി നിൽക്കുകയും ചെയ്തല്ലോ, അദ്ദേഹത്തെ പറ്റി എന്താ പറയാ? ഈസ് എ ഡെയറിങ് ആക്ടർ. അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ്. ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്റ്റ് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്റ്റുകളും ഉണ്ട്. മജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ. അങ്ങനെയാണോ ആ ക്യാരക്ടർ, ഇങ്ങനെയാണോ ഒരു ക്യാരക്ടർ, അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനില്ല. ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതെന്തായാലും ക്യാരക്ടർ എന്തായാലും, അതാണ് ആസിഫിൻ്റെ പ്രത്യേകത. ആൻഡ് ബേസിക്കലി ഈസ് എ ടാലൻറ്റഡ് ആക്ടർ, അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ. ഇപ്പം ഉയരെ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമൻ്റെ കഥയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി, കാരണം ആസിഫ് ആ ക്യാരക്ടർ ചെയ്തതാണ്. ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം, പല ആക്ട്രസസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിന് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോ. ഞാൻ 12th മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച്. എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത്? അവരൊരു ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമല്ലോ, അത് അവരുടെ സ്വഭാവമാണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അതിന് അത്രയും പേടിക്കുന്നുണ്ട് പലരും. അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും. പക്ഷെ ആസിഫിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത് ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡെയറിങ് ആക്ടർ. താങ്ക് യു സർ. ക്യാരക്ടേഴ്സ് മിസ് ചെയ്ത് പോകുന്നതോ? എനിക്കങ്ങനെ മിസ് ചെയ്ത് പോയി എന്ന് തോന്നുന്നത് ഇല്ല. അങ്ങനെ ക്യാരക്ടേഴ്സ് മിസ്സായിട്ടില്ല എനിക്ക്. പക്ഷെ അങ്ങനെ നെഗറ്റീവ് ഞാൻ ഇതിന് മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാമെന്ന് ഓടിയെന്ന് തോന്നാം, അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ക്യാച്ച് അങ്ങനെ ചെയ്യുന്നത്. ക്യാരക്ടേഴ്സിന് മാത്രമല്ല, ഫിലിം മേക്കേഴ്സിനാണ് ഫ്രീഡം കിട്ടുന്നത്.
ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് വരുമ്പോൾ ഹ്യൂമർ ചെയ്യാനായിട്ട് വരുന്നു അത് അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ഷാജുവിനെ ഇവരെയൊക്കെ എടുത്ത് വില്ലൻ വേഷമൊക്കെ ചെയ്ത് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഹീറോ ചെയ്തിരിക്കുന്നവർ നെഗറ്റീവ് ചെയ്യണം, നെഗറ്റീവ് ചെയ്യുന്നവർ ഹീറോ അങ്ങനെയൊക്കെ അപ്പം എന്നറിയോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണേലും ആ കഥയെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു തുടങ്ങണം. പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, മലയാളം. കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുള്ള ഒരു ഓഡിയൻസ് ഉള്ള കാര്യത്തിൽ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പം ശരിക്കും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ്, ഇങ്ങനെ ആക്ടേഴ്സ് ചിന്തിച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. സെന്റ് ആന്റണീസ് കോളേജിൽ ഒരു ഫംഗ്ഷൻ, അതായത് സിനിമയെ ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷന് പോയപ്പോൾ അമല ധരിച്ച വസ്ത്രത്തിനെതിരെ, അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ അല്ലാതെ പോലെ കാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല, ഒരു ക്രിസ്ത്യൻ കോളേജിലെ ഒരു പരിപാടിക്കാണ് വന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. ഐ വോർ വാട്ട് ഐ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം, ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. അപ്പം അത് ഞാൻ ഇട്ടിടുന്ന ഡ്രസ്സ് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ കാണണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്. ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോണ്ട് ഫീൽ ദർ ഇസ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വാണ്ടഡ് ടു ഗിവ്, ടു ബി യുവർ സെൽഫ്. ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോർ, ഐ വോർ വാട്ട് ഐ ലൈക്ക്. സോ അത്രേ ഉള്ളൂ. അതിപ്പം അങ്ങനെയായി. നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ. ഇപ്പൊ സാരി ഉടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി ഉടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ്. സോ ഐ വോണ്ട് ടു ഗിവ് മൈ എനർജി ഇൻ ടു വാട്ട് ഐ ഡു. ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ, ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകുമ്പോൾ ധരിക്കുന്നത്. ഞാൻ സാരീസ് കൊടുക്കാറുണ്ട്, സൽവാസ് കൊടുക്കാറുണ്ട്, വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. എനിക്കെന്താണോ കംഫർട്ടബിൾ, എനിക്കെന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം. അത് ബേസിക്കലി അവർ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നത് കൂടുതലും ആക്ട്രസസ് ആണെന്ന് തോന്നുന്നു, ഞാനിങ്ങനെ ചിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ ആയിപ്പോവോ. ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാവും. അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു, അത് കഴിഞ്ഞ് ആസിഫിന് എന്തെങ്കിലും സംഭവിച്ചോ? ആസിഫ് മുകളിലേക്ക് ഞാൻ ഗ്രാഫ് വളരുക ചെയ്തത് ആസ് ആൻ ആക്ടർ. അത് മനസ്സിലാക്കി കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു 10 പേര് അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമായിരിക്കും. അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുന്നല്ല, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നത്. അതിപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും. എപ്പോഴും ഉണ്ട്, 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവക്കാരാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും, ചിലപ്പോൾ കുറച്ച് പേര് അത് എടുക്കും, മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അത് നോക്കരുത്. ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഇതായി വരുന്നുണ്ട്. ഇപ്പം എനിക്ക് വേണേൽ കുറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട്. പക്ഷെ ചിലർക്ക് ഇപ്പോഴും ഒരു മടിയുണ്ട്. മാറ്റിയാൽ അവർക്ക് നല്ലത്. ആ കാര്യം ഇല്ല, കാരണം ഞാൻ ഇതിനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനെ ഞാൻ എഴുതി തള്ളുക, അല്ലെങ്കിൽ അവനെ
അപ്പം ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അത് പിന്നെ എൻ്റെ സെൽഫിഷ്നെസ്സാണ്. ഞാൻ പോകും, എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ, അല്ലേ ഞാൻ ചെല്ലത്തില്ല. കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണ്. അപ്പം അവരെ നോക്കേണ്ട അതിൻ്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഇങ്ങനെ ആയിരിക്കണം, അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പണ്ട് ഏതൊരു ഇതിനകത്ത് വഴി പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. ഇതെല്ലാം ക്യാരക്ടറല്ലേ, അത്രേ ഉള്ളൂ. അപ്പം ചെല്ലാത്തതിൻ്റെ കാരണം എന്താ പറയുക, അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി. ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു. ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ്. അങ്ങനെയാവുമ്പോൾ അതിനകത്തൊരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് അവരുടെ പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല. അത് ആരുടെ പ്രശ്നമാണെന്ന് പറയുന്നത്? ആർക്ക് പ്രശ്നമാണെന്ന് പറയുന്നത്? അതായിരിക്കാം. അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. പ്രേമൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. റാം അനൗൺസ് ചെയ്ത സമയത്ത് കോളേജ് ഫസ്റ്റ് ഇയർ ആയിരുന്നവർ കോളേജ് കഴിഞ്ഞു. ജിത്തു സാർ തന്നെ അതിനിടയ്ക്ക് ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്തു, തെലുങ്കിൽ ദൃശ്യത്തിന് റീമേക്ക് ചെയ്തു. ഒരുപാടായി. എപ്പോഴാണ് റാം ഇറങ്ങി? ഞാൻ ദയവേത് നിങ്ങളോട് ഒരു കാര്യം പറയാം. റാമിന്റെ ചോദ്യം ഇനി എന്നോടല്ല ചോദിക്കുന്നത്, ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം. കാരണം ഐ എം ജസ്റ്റ് ഞാനും ലാലേട്ടനും എൻ്റെ ടീം ഈസ് വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുക, കാരണം ഞങ്ങൾ റെഡിയാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റും. ആസിക, നേരത്തെ അമല മാം സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. കാരണം ആ ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാണിക്കുന്നത്. അത് എടുത്തു പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക്, അത് ആസിക നടന്നു വരുന്ന ആ ഒരു ഷോട്ട്, അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി അന്നേരം. അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടി വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ സിനിമയിലുടനീളം ഇത്തരത്തിലുള്ള ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ ആസിഫിക്ക സിനിമാറ്റോഗ്രാഫിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഈ സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല, അതിൻ്റെ അകത്ത് ഞാനൊരു കുറേ ഗിമ്മിക്സ് കാണിക്കുക, ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ നറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമാറ്റോഗ്രാഫർ. അപ്പുവിനെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം, ഈ സിനിമയെ അപ്പു മനസ്സിലാക്കി ഈ ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കും. ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടെയൊക്കെയോ ഒരു പ്രത്യേകതകൾ, ഒരു അസ്വാഭാവികത തോന്നണം, എന്നാൽ അത് ഭയങ്കര ഗിമിക്കായിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ്. അപ്പൊ നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും. അത് തന്നെയായിരുന്നു അർഫാസിന്റെ ഉദ്ദേശവും. ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാവരുത്. എന്നാൽ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഇന്റർനാഷണൽ സിനിമ, അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്റ്റൈലിൽ പറയുന്നത്. അതേപോലെ ആസിഫ് അലിയുടെ എന്നുള്ള രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ്. അപ്പം ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ, അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകൾ, നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്? നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ, തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക്. ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ്. അപ്പം തലവന് ശേഷം എനിക്കിനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. 2018-ലൊക്കെ അവന്റെ ഇത് മൈക്ക് മേടി ചുമ്മാ തമാശ. 2018-ലൊക്കെ ഇക്ക ഉണ്ടായിരുന്നു. അത് ഇന്ത്യ ഒട്ടാകെ ഈവൻ ഓസ്കാറിൽ വരെ പോയൊരു സിനിമയാണ്. അപ്പം അത്
അതിൽ അഭിനയിച്ച ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ ചേട്ടന് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ആവശ്യം ഇനി ഇല്ലല്ലോ, കാരണം ഇപ്പം ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാരൊക്കെ കണ്ട് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടുത്തെ ആളുകൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോകാതിരുന്നത്. യൂണിവേഴ്സൽ അങ്ങനെ തീർന്നു. അത് എന്നറിയോ എൻ്റെ പ്രോബ്ലം വെച്ചാൽ, അല്ല എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പം ആ യൂണിവേഴ്സ് എന്നുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഞാനെന്നാൽ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എൻ്റെ പ്രോബ്ലം വെച്ചാൽ ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യുകയാണ്. ഓക്കെ, ആ കഥ എങ്ങനെ പറയാം, എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തത് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതായത് ആ ക്യാരക്ടറും ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സ് ആക്കി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് എൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്കറിയില്ല. എന്നോട് എൻ്റെ മോള് ചോദിച്ചു, ഇത് ശരിക്കും ഈ ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാം അലക്സ്, മറ്റേ കൂമനിലെ ഇത് CBI നമ്മുടെ സേതുരാമയ്യര് ഇവര്, അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് എൻ്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല, എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല. ഓരോ കഥയും ഞാനിങ്ങനെ ചെയ്തു തോന്നുന്നു. ആ പാടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിൻ്റെയാണ്. അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇനിയിപ്പോൾ നാളെ കൂമൻ ഒരു ഇതുണ്ടാവുമോ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അല്ലാതെ അവിടുന്ന് കൂമൻ്റെ ആ ക്യാരക്ടറിനെ എടുത്തു, ഈ ക്യാരക്ടറിനെ എടുത്തു, ഞാനിങ്ങനെ അന്നേരം അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇതൊരു സ്ക്രിപ്റ്റ്, ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് പറയാം അവിടെ ഇരുന്നുണ്ട്. ഞാനിപ്പോൾ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട്. അയ്യോ ദൈവം, ഇത് പറഞ്ഞാൽ തുടങ്ങും ഒരബദ്ധം പറ്റി. അല്ല ഞാൻ ഇങ്ങനത്തെയൊക്കെ ഐഡിയ ക്യാരക്ടർ എല്ലാം കൂടെ ഒരു ഐഡിയ വരുവാണെങ്കിൽ ചെയ്യാം. കാരണം നീറ്റിൻ്റെ സമയത്ത് ഒരബദ്ധം പറ്റി. 3ക്ക് ഒരു കഥയുണ്ടെങ്കിൽ ഞാൻ തമാശയായിട്ട് അടിച്ചു. അത് കഴിഞ്ഞപ്പം എൻ്റെ മെയില് ആക്ച്വലി ബ്ലോക്ക്ഡായി. സീരിയസ്ലി ആ മെയില് ബ്ലോക്ക്ഡായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു, സാറ് തന്നെ എനിക്ക് അതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നപ്പോൾ എനിക്ക് ശരിയാ ഞാനൊരു തമാശയായിട്ട് പറഞ്ഞത്. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഈ ഇതിൻ്റെ പേരിൽ ആരും അയക്കണ്ട കേട്ടോ. അല്ല, നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന്റെ മാർക്കറ്റിങ്ങിന് അതിൻ്റെതായ എഫേർട്ട് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ വലിയൊരു അത്യാവശ്യമുള്ളൊരു അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മളൊരു പുതിയ നറേറ്റീവ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡുണ്ടല്ലോ, ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ, ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം. പിന്നെ ഇൻഡസ്ട്രി വലുതാവുകയാണ്. ഒരുപാട് നല്ല സിനിമകൾ വരുന്നു. ഇപ്പൊ ഈ വർഷം എടുക്കുമ്പോൾ ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു അബോവ് ആവറേജ് ലെവലിൽ അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിപ്പം ഇൻഡസ്ട്രിക്ക് ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഫേർട്ട് ഇട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ആസിഫ് ഇപ്പൊ ഈ റെയിലില് തല വെച്ച് ട്രെയിൻ വരുന്നത് കാണുന്ന ഒരു ഷോട്ട് വേണം നമുക്ക് എല്ലാവർക്കും. 3-ാം പിറയില് കമലഹാസനെയും ശ്രീദേവിനെയും ഓർമ്മ വരും. അല്ലെങ്കിൽ പല്ലിൽ കറിയിട്ട ഒരു ആക്ടർ നടക്കുന്നു. ഇപ്പൊ കറുത്തപക്ഷികളിലെ ശ്രീ മമ്മൂക്കേനെ ഓർമ്മ വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ ആസിഫിയുടെ മനസ്സിൽ എന്തൊക്കെയാ വരും? എന്റെ മനസ്സിൽ രഘു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം അർഫാസ് അത്ര രസമായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത്. പിന്നെ
ഒത്തിരി സമയമെടുത്താണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ ഡീറ്റെയിലിങ്ങും ആ ക്യാരക്ടേഴ്സിനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏച്ചുകെട്ടലായി പോകരുത് ആ ക്യാരക്ടർ. അപ്പൊ അത് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കാനുള്ള എല്ലാം എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്തത് കൊണ്ട് എനിക്കും ഇങ്ങനൊരു വേഷം വേണം. പണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട്, ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. അല്ല, ഞാനും പറഞ്ഞു എനിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഒത്തിരി അഭിമാനം തോന്നി. അപ്പൊ അതിന്റെ താഴെ ഒരു കോമന്റ്, എന്നാ പിന്നെ ഇവരൊരു ചില്ലുകൂട്ടിലിട്ട് പുണ്യാളിലിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ അതും എല്ലാം ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നി, അത് ഒരുപാട് സന്തോഷം. ഇല്ല, ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത്. എനിക്കും അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട്, പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാനും കേട്ടപ്പോ എനിക്കും തോന്നി അത് കുറച്ച് ഓവറായി പോയില്ലേ. അതിന്റെ ഷറഫുദ്ദീൻ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഷറഫുദ്ദീൻ ഇസ് ഓൾസോ പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദ ഫിലിം. മൂന്നുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഷറഫിന് ചില പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ടു ഹാവ് ദീസ് കൈൻഡ് ഓഫ് ആക്ടേഴ്സ് ഇൻ മൈ ഫിലിം. ആൻഡ് സാർ അത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഓൺ ദി വേ, റൈറ്റ് ഫ്രം കാസ്റ്റിംഗ്. ലൈക്ക് യുനോ ഐ മെൻഷൻ ബിഫോർ, അമല ഈ സിനിമയിൽ വരണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മുതൽ എൻ്റെ മനസ്സിലുള്ള റെഫറൻസ് ഇമേജ് അമലയുടെ ആയിരുന്നു. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമലയിലേക്ക് സാറ് ഹെൽപ്പ് ചെയ്തിട്ട് ഫൈനലി ഐ ഗോട്ട് അമല. ആസിഫ്, ഷറഫ്, ഇതുപോലെ ആക്ടേഴ്സിനെ കിട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. രാജസ്ഥാനിൽ പ്ലാൻ ചെയ്ത ഒരു സിനിമ ടുണീഷ്യയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത് പ്രൊഡ്യൂസറിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് രമേശ് പിള്ള സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി സിനിമ കംപ്ലീറ്റ് ആയി, it all feels worth when I see the reactions of them after watching the film. So I'm really looking forward to this. I hope you all go and watch the film and you hope like it. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മീഡിയയുടെ സപ്പോർട്ട് ഒരു സിനിമയുടെ വിജയത്തിന് എത്ര അത്യാവശ്യമാണെന്നുള്ളത് എന്നെപ്പോലെ അല്ലെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു നല്ല സിനിമയാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സിനിമകൾ നന്നാവുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യലാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.